കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് 3 വർഷം പൂർത്തിയാകുന്നു. അധികാരത്തിന്റെ ഇടനാഴികളേക്കാൾ ആൾക്കൂട്ടത്തെ സ്നേഹിച്ച, ജനസമ്പർക്കം കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ കേരളത്തിന്റെ പേരെത്തിച്ച ആ ജനനായകന്റെ ഓർമ്മകൾക്ക് കാലം എത്ര കഴിഞ്ഞാലും മരണമില്ല. ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഉരുകിത്തീർന്ന ആ ജീവിതത്തിന്റെ നാൾ വഴികളിലേക്ക് കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഭരണാധികാരി, അല്ലെങ്കിൽ അതിനേക്കാളും ഉപരി ജനങ്ങളുടെ സ്വന്തം കുഞ്ഞുഞ്ഞ്, അതായിരുന്നു ഉമ്മൻചാണ്ടി. ആൾക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഊർജം. പുലർച്ചെ മുതൽ പാതിരാത്രി വരെ ജനങ്ങൾക്ക് നടുവിൽ അവരുടെ പരാതികൾക്കും സങ്കടങ്ങൾക്കും കാതോർത്ത് അദ്ദേഹം ജീവിച്ചു. 1970 തുടങ്ങി അരനൂറ്റാണ്ടിലേറെക്കാലം പുതുപ്പള്ളി എന്ന ഒരൊറ്റ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഏട് തുന്നിച്ചേർത്തു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ജനസമ്പർക്ക പരിപാടിയായിരുന്നു. ഭരണസിരാ കേന്ദ്രങ്ങളിലെ ചുവപ്പുനാടകളിൽ കുരുങ്ങിക്കിടന്ന ആയിരക്കണക്കിന് അപേക്ഷകൾക്കാണ് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി വന്ന് തീർപ്പുണ്ടാക്കിയത്. രോഗികളും വയോധികരും അടങ്ങുന്ന ആയിരങ്ങൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ നിന്ന ആ മനുഷ്യൻ ലോകത്തിന് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. ആ ജനകീയ ഭരണ മാതൃകയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരവും തേടിയെത്തി. രാഷ്ട്രീയത്തിലെ കടുത്ത പ്രതിസന്ധികളിലും വിമർശനങ്ങളിലും ആ മുഖത്തെ പുഞ്ചിരി മാഞ്ഞില്ല. കഠിനാധ്വാനവും ക്ഷമയും കൊണ്ട് അദ്ദേഹം എതിരാളികളുടെ പോലും ആദരവ് പിടിച്ചുപറ്റി. ജനങ്ങൾക്ക് ഏതു പാതിരാത്രിയിലും സമീപിക്കാവുന്നത്ര ലളിതമായിരുന്നു ആ വാതിലുകൾ. 3 വർഷങ്ങൾ കടന്നുപോയിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അദ്ദേഹം ബാക്കി വെച്ചുപോയ ശൂന്യത നികത്താനാകാത്തതാണ്. പ്രിയ നേതാവിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പള്ളിയിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണ ചടങ്ങുകളും നടന്നു. പകരക്കാരനില്ലാത്ത ആ രാഷ്ട്രീയ വിസ്മയത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കേരളം ഇന്നും പ്രണാമം അർപ്പിക്കുന്നു.